ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ഒക്കെ ആയിട്ടേ ഇവിടെ നമ്മുടെ ഈ ഐലൻഡിൽ 2 കഫേ ഉണ്ട്. ആകെ 2 ഉള്ളൂ. അപ്പോൾ ആ 2 കഫേ നമുക്ക് വിസിറ്റ് ചെയ്യണം. കഫേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അധികം വെറൈറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ കഫേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വൺ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്. എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ 2-ൽ ഒരു കഫേ ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേര് നോർത്ത് ജാവ എന്നാണ്. പിന്നെ അതിൻ്റെ താഴെ BML ഏജൻറ്റ്, BML എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാങ്കാണ്. അതിൻ്റെ ഏജൻ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അവരുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ചെറിയൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ ഒരു സെറ്റപ്പ്. ഇപ്പോൾ പറയാൻ മറന്നു, നിർഭാഗ്യവശാൽ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് നൈറ്റ് മാത്രം ഓപ്പൺ അവർ പറയുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റെയർ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലിതാ അങ്ങനെ കുറച്ച് സീറ്റുകളുള്ളൂ കേട്ടോ. ഒരു 2-3 സീറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കഫേൻ്റെ അവസ്ഥ. അങ്ങനെ ഈ സ്റ്റെയർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് റോഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ഇരിക്കാനുള്ള ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഷോപ്പ് ക്ലോസ്ഡ് ആണെന്ന് അറിയാതെ ഒരാളിവിടെ ഫുഡും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എണീറ്റോ, അത് ക്ലോസ്ഡാ. അതിൽ നൈറ്റ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഇവിടുന്ന് കിട്ടൂല. നമുക്ക് മറ്റേ കഫേ പോവാം. എന്താ വേണ്ടേ? കോഫിയാണോ വേണ്ടത്? എന്താ ഓർഡർ ചെയ്യാതിരുന്നീന്ന്? കോഫി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ കഫേയിൽ വന്ന് ചമ്മിയാണ്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ വേപ്പിൻ്റെ അല്ലല്ലേ ഇത്? തിങ്ങി വളർന്നിരിക്കണ അല്ലേ? കോഫിയൊന്നും ഇല്ല, ഇതൊക്കെ പറിച്ച് തിന്നു. ആ കഫേ തുറക്കും കേട്ടോ. മറ്റേത് അത് ഫുൾ ടൈം തുറന്ന് കണ്ടിട്ടില്ല, അങ്ങനെ ക്ലോസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും പോയോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 2ാമത്തെ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെൽത്ത് സെൻ്ററിൻ്റെ നേരെ അടുത്തുള്ള കഫേയാണ്. ഈ കഫേൻ്റെ പേര് റെട്രോ പോയിന്റ് എന്നാണ് കേട്ടോ. ഇങ്ങനെ അതേ ഒരു ബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അകത്തോട്ട് പോകാൻ നിൽക്കുക. ഇതാണ് കേട്ടോ ഇവിടെ സീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മിൽക്ക് കോഫി എനിക്ക് എന്താ വേണ്ടത്? AA കോഫിയോ? 2 AA കോഫി. യു ഹാവ് പനീനോ? ഓക്കെ, ദെൻ ടേക്ക് 2. കൂടുതലായിട്ടും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്. ഇവിടെ ഇതാണ് ക്യാബിന്. ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കല്ലേ. അപ്പോൾ ഇവിടെ ഇന്ന് സാധാരണ അങ്ങനെ ആളുകൾ അധികം വരാറില്ല. ഇന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് എല്ലാം തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സ്നാക്സിൽ ഒരു കൂടുതലായിട്ടും അതിൻ്റെ അകത്തുണ്ടാവുക നമ്മൾ മീനാണ്. അത് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ ഒരു 4 ഐറ്റം സ്നാക്സ് ഉണ്ടെങ്കിൽ ഈ 4 ഐറ്റത്തിലും മീൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കോഫി. വാട്ട് ഈസ് ദിസ് ബ്രോ? അങ്ങനെ ഷിബിക്ക് മാത്രം കേക്ക് കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്കല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഇതെല്ലാം മീനിൻ്റെ ഇതാണ് അതിൻ്റെ അകത്തുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് 2 കോഫി, അതുപോലെ തന്നെ പനീനോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഫിഷ് തന്നെ വരുന്നത്. ട്യൂണ ഫിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മയോണൈസും ക്യാബേജ്, ടൊമാറ്റോ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതിന് 15 രൂപ എങ്ങാണ്ടായിട്ടാണ്. നാട്ടിലത്തെ ഏകദേശം 75 രൂപ വരും. പിന്നെ കോഫിൻ്റെ റേറ്റ് ചോദിച്ചു നോക്കാം. ഇത് 3ഉം ഷിബിക്ക് ഇവിടുത്തെ ആള് ഫ്രീ ആയി കൊടുത്താണ്. ഷിബിനെ കണ്ട് നല്ല പറ്റിക്കണമെന്നാണ് പറഞ്ഞത്. എന്താ രസമുണ്ടോ? മധുരമാണ്.
മീനല്ല അത് എന്താണ്? ആ അത് ബനാന കേക്ക്. കഴിച്ചോ. ഈ സാധനം കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഈ സാധനം മാത്രം മീനല്ലാത്ത അത് സ്വീറ്റും പിന്നെ വേറെ എന്തോ. അത് മീനാ? ബനാനൊക്കെ വെച്ചുണ്ടാക്കുന്ന ഇതെന്താ ദാഞ്ചിപ്പോ മേടിച്ചത്? ഇത് പനീനോ. ഇതൊന്നുമല്ല, നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡല്ല സാൻഡ്വിച്ചിന്റെ ഒക്കെ വരുന്ന സാധനം, അതിന്റെ അകത്ത് മീൻ വെച്ചിട്ട് ട്യൂണ വെച്ച് വരുന്ന ടേസ്റ്റ് ആണോ? ഇത് കുഴപ്പമില്ല, മീനിന്റെ സ്മെല്ലുണ്ട്, അത് കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ ഈ 2 കഫേയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് ജസ്റ്റ് വന്നിരിക്കാനും ഇതിനൊക്കെ ഉള്ളത് ആകെ ഈ 2 മാത്രമേ ഉള്ളൂ. അതിലൊന്ന് നൈറ്റ് മാത്രമേ ഓപ്പൺ ആകുന്നുള്ളൂ. ഇവിടെ ഉള്ളതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ജ്യൂസ് കിട്ടുമോ? ജ്യൂസ് ഒന്നും കിട്ടൂല, കോഫി സാധനം മാത്രമേ ഉള്ളൂ. ആപ്പിള്, മാംഗോ, പൈനാപ്പിളിന്റെ ബദാം, ചിക്കു, വാനില, ചോക്ലേറ്റ് എല്ലാം കോരി തരട്ടെ. ഇല്ല, അവിടെ കിട്ടൂല, അതന്നെ കിട്ടുള്ളൂ. ജ്യൂസ് ഒന്നുമില്ല. മീനിന്റെ സാധനം കഴിച്ചു നോക്ക്. അല്ല പക്ഷെ നമ്മുടെ ഹോറോഫിഷിയിലേ കൂടുതൽ കഫേകളും ഉണ്ട്, കൂടുതൽ വെറൈറ്റീസും ഉണ്ട്. എന്തായാലും ഒരു എത്ര ദിവസം ഉണ്ട് പോവാന്? 7 days കഴിഞ്ഞാൽ അവിടെ പോവാം, സെറ്റാക്കാം. ഒരാഴ്ചയും കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. തേങ്ങ കടിക്കാൻ കിട്ടുന്നുണ്ട്, മീനിൻ്റെ ചോയുണ്ട്. വേറെ എന്ത് സാധനം എനിക്ക് അറിഞ്ഞൂടാ. 5 3 എനിക്ക് വേണ്ട, എനിക്കിത് ഇഷ്ടമായി. ഇത് അടിപൊളിയാണ്, ഇത് കൊള്ളാം. നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാനുള്ള ഓപ്ഷൻ അല്ല, വേറെ ഒന്നും കൂടെ അല്ല. ഒരു ബർഗർ, സാൻഡ്വിച്ച്. ഇതെന്റെതാ. ഏത്? ഇതോ? അതല്ലതാ, എനിക്കിഷ്ടമായത്. ഫ്രഷ് ജ്യൂസ്, ജ്യൂസ് പൈനാപ്പിൾ, ഓറഞ്ചോ, ഗ്രേപ്സ്, നത്തിങ്. Fruit juice, nothing. മറ്റേ കേക്ക്. Hey, you have that cake? No, yeah, just now you brought that sweet one. You have that more. That was the last. Finish. You gave her, no? Okay, thank you, bro. It's okay. കിട്ടിയത് തിന്നണീറ്റോ? അവൻ ബാക്കി വെച്ചാ വേണ്ടത്? നേരത്തെ പറയണ്ടേ? അതെ, ലിപ്സ്റ്റിക് എല്ലാം പോയിട്ടോ. അതെ, അതിന്റെ കോപ്പിയോടെ വെച്ച എന്റെ അത് തീർത്തിട്ട് എന്ത് കഴിക്കുമ്പോഴും പകുതി പകുതിയിലേറെ കുടിച്ചിക്കണ മതി. വേണോ? മിന്റ് ആണ്, നിറയുണ്ടല്ലേ. ഡ്രിങ്ക് എന്തെങ്കിലും വേണോ? എന്തെല്ലാം ഉള്ളേ? അത് മാംഗോ ചോക്ലേറ്റ് ബാർ ആണോ? ഇത് മാംഗോ ജ്യൂസാ. ഇത് നമ്മൾ ഇന്നലെ എടുത്താൽ ഇത് നല്ലതാവുന്നുണ്ട്. ഇത് വേണോ? അത് കോള ഉണ്ടോ? This one also. It's not 30 going for Yeah, this month 30 going. No, then not going. This is very good. This you don't have fresh juice also. Yeah, that cake is very nice, yeah. She likes that. Okay. Same thing, yeah? Yes. No, not coming. Yeah, sure. Okay.
നമ്മൾ പിന്നെ അങ്ങനത്തെ 3 ക്യാബിനാണ് 4 ക്യാബിനാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് നമ്മൾ കോഫിക്ക് വേണ്ടി 2 കഫേയിൽ ഇറങ്ങിയിട്ട് ഒരു കഫേയാണ് നമുക്ക് കിട്ടിയത്. കഫേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഈവനിങ്ങിലെ കാഴ്ച. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.